നമസ്കാരം. ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോക രാഷ്ട്രീയത്തിൽ ഭീഷണിയുടെ ഭാഷ ഉയർത്തുകയാണ്. ചർച്ചകൾ സമാധാനപരമായി മുന്നോട്ട് പോകേണ്ട സമയത്ത് 10 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ എന്ന അന്ത്യശാസനം പുറപ്പെടുവിച്ചത് നയതന്ത്രത്തിന്റെ ആത്മാവിനെയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അടിസ്ഥാനങ്ങളെയും വെല്ലുവിളിക്കുന്ന നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. സമാധാനം ഉറപ്പാക്കേണ്ട നേതാവ് തന്നെ സംഘർഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നത് ആഗോള സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നു. യുഎസിന് സ്വീകാര്യമായതും അർത്ഥവത്തായതുമായ കരാറിൽ എത്തിച്ചേരാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബോർഡ് ഓഫ് പീസിന്റെ ഉദ്ഘാടന യോഗത്തിലാണ് ഇറാൻ മെച്ചപ്പെട്ട കരാറിൽ എത്തിച്ചേരുന്നില്ല എങ്കിൽ ഏറ്റവും മോശം കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ഇറാനെ ആക്രമിച്ചേക്കുമെന്ന് ട്രംപ് ഇന്നലെയും ട്രൂത്ത് സോഷ്യലിലൂടെ സൂചനകൾ നൽകിയിരുന്നു. ഇന്ത്യൻ സമുദ്രത്തിലെ ഷാഗോസ് ദ്വീപിന്റെ പരമാധികാരം കൈവിട്ടതിനെതിരെ ബ്രിട്ടനെതിരെയും ട്രംപ് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇറാൻ കരാറിന് വഴങ്ങിയില്ല എങ്കിൽ ഡീഗോ ഗാർഷ്യ ആവശ്യമായി വരുമെന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. അതേസമയം ഈ ആഴ്ച അവസാനത്തോടെ ട്രംപ് ഇറാനെ ആക്രമിച്ചേക്കുമെന്നാണ് CNN-ഉം CBS-ഉം റിപ്പോർട്ട് ചെയ്തത്. ശനിയാഴ്ചയോടെ ഇറാനെ ആക്രമിക്കാൻ US സൈന്യം തയ്യാറാണെന്നും പക്ഷേ ട്രംപിന് ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് പറഞ്ഞുവെന്നാണ് CNN റിപ്പോർട്ട് ചെയ്തത്. യുദ്ധത്തിലേക്ക് പോകണോ വേണ്ടയോ എന്നതിനെ ചൊല്ലി അമേരിക്കൻ കമാൻഡർ ഇൻ ചീഫ് ഗഹനമായ ചർച്ചകൾ നടത്തിയെന്നും തീരുമാനം വൈകില്ല എന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇറാനിൽ പരമാവധി നാശമുണ്ടാക്കാൻ പ്രാപ്തിയുള്ളതാണ് US സൈന്യമെന്ന് ട്രംപിനെ ധരിപ്പിച്ചിരിക്കുന്നതെന്നും വേണ്ടി വന്നാൽ ഇറാന്റെ രാഷ്ട്രീയ നേതാക്കളെയും സൈനിക തലവന്മാരെയും വരെ കൂട്ടത്തോടെ ഇല്ലായ്മ ചെയ്യാനും ഭരണകൂടത്തെ തന്നെ അട്ടിമറിക്കാനും കെൽപ്പുണ്ടെന്നും ഉറപ്പു നൽകിയെന്ന് US ഉദ്യോഗസ്ഥർ ട്രംപിനെ അറിയിച്ചതായും വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും അതിനർത്ഥം രാജ്യത്തിന്റെ അഭിമാനം അടിയറവ് വയ്ക്കുമെന്നല്ലെന്നും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തുറന്നടിച്ചു. അധികാരം ഏറ്റെടുത്തത് മുതൽ യുദ്ധം ഒഴിവാക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ യുഎസിന്റെ നിലപാട് അടിച്ചേൽപ്പിക്കാനും അപമാനിക്കാനുമാണ് ശ്രമമെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കാനാണ്? അതിന്റെ ആവശ്യമുണ്ടോ എന്നും പെസഷ്കിയാൻ ചോദിക്കുന്നു. ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാന് സമീപത്തായി US സൈനിക വിന്യാസം ശക്തമാക്കുകയാണ്. USS എബ്രഹാം ലിങ്കണും 13 യുദ്ധക്കപ്പലുകളും മധ്യപൂർവ്വദേശത്ത് ഇതിനോടകം വിന്യസിച്ചിട്ടുണ്ട്. USS ജെറാൾഡ് G. ഫോർഡ് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മധ്യപൂർവ്വദേശം ലക്ഷ്യമാക്കി നീങ്ങുന്നുണ്ട്. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങളും ആയിരക്കണക്കിന് സൈനികരുമാണ് യുഎസിന്റെ ഈ പടപ്പുറപ്പാടിലുള്ളത്. ഇത് ആദ്യമായല്ല അമേരിക്കൻ ഭരണകൂടം ശക്തിയുടെ രാഷ്ട്രീയം ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ഭീഷണികൾ ചരിത്രപരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല, മറിച്ച് അവയെ കൂടുതൽ സങ്കീർണമാക്കിയ ചരിത്രമാണുള്ളത്. പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള സ്വതന്ത്ര രാഷ്ട്രത്തെ അന്ത്യശാസനകളിലൂടെ നിർബന്ധിത കരാറിലേക്ക് തള്ളിവിടാനുള്ള ശ്രമം അന്താരാഷ്ട്ര നിയമങ്ങളും രാഷ്ട്രങ്ങളുടെ സ്വയംഭരണാവകാശവും അവഗണിക്കുന്നതായാണ് കാണപ്പെടുന്നത്. ട്രംപിന്റെ വിദേശ നയത്തിന്റെ പ്രധാന സ്വഭാവം ചർച്ചയല്ല, സമ്മർദ്ദമാണ്. നയതന്ത്രം എന്നത് പരസ്പര ബഹുമാനവും സഹിഷ്ണുതയും ഉൾക്കൊള്ളുന്ന പ്രക്രിയയായിരിക്കെ ട്രംപ് അതൊരു വ്യാപാര ഇടപാട് പോലെയാണ് കാണുന്നത്. ജയിക്കുന്നവനും തോൽക്കുന്നവനുമുള്ള ഒരു കളിയായി മാത്രം. ഇതുവഴി ലോക സമാധാനം ഉറപ്പാക്കുന്നതിനു പകരം ഭീതി നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും. അമേരിക്കയുടെ സൈനിക ശക്തിയെ മറയാക്കി നടത്തുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്താവനകൾ ആഗോളതലത്തിൽ അസ്വസ്ഥതയും അവിശ്വാസവും വളർത്തുകയാണ്. ഇറാനെതിരെ കടുത്ത ഭാഷ ഉപയോഗിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രമാണെന്ന വിമർശനവും ശക്തമാണ്. ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാനും ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനുമുള്ള ശ്രമമായി പലരും ഇതിനെ കാണുന്നു. എന്നാൽ ഒരു നേതാവിന്റെ ശക്തി ഭീഷണികളിലല്ല, സമാധാനം സൃഷ്ടിക്കുന്ന കഴിവിലാണ്. യുദ്ധത്തിന്റെയും ഉപരോധത്തിന്റെയും ഭീഷണി ഉയർത്തുന്നത് എളുപ്പമാണ്, പക്ഷെ അതിന്റെ ഫലങ്ങൾ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ആഗോള രാഷ്ട്രീയത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് സംഘർഷമല്ല, സംവാദമാണ്. അമേരിക്ക പോലുള്ള ശക്ത രാജ്യം ഉത്തരവാദിത്തത്തോടെ പെരുമാറേണ്ട സമയത്ത് ട്രംപിന്റെ അന്ത്യശാസനകൾ ലോകത്തെ പിന്നോട്ട് നയിക്കുന്നതായി മാറും. ഭീഷണികളും വലിയ കരാറുകൾ നേടിയാലും അവ സ്ഥിരതയുള്ളതാകില്ല. ബഹുമാനത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായ ചർച്ചകളാണ് ദീർഘകാല സമാധാനത്തിന് വഴിയൊരുക്കുക. ഇറാനുമായി ബന്ധപ്പെട്ട ഈ പുതിയ മുന്നറിയിപ്പ് ഒരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, അത് ലോക സമാധാനത്തെയും നയതന്ത്ര സംസ്കാരത്തെയും പരീക്ഷിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. ശക്തിയുടെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിയാൻ ട്രംപ് തയ്യാറാകാത്ത പക്ഷം അതിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്കും ലോകത്തിനും ഒരുപോലെ അനുഭവിക്കേണ്ടി വരും.